ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു അടിപൊളി ഗ്രേവിയാണ്. ചിക്കൻ കൊണ്ടാട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചില്ലി ഫ്ലെക്സ് ആണ് ഒരുപാട് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ മുളക് പൊടി ഒരു സ്പൂൺ എടുത്താൽ മതിയാവും. അതിനുശേഷം കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അര സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഹാഫ് ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഒരു സ്പൂണിൻ്റെ അടുത്ത് സിന്തറ്റിക് വിനീഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ നമ്മൾ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കളറ് കിട്ടും. അപ്പം നമ്മുടെ കയ്യിൽ നോർമൽ മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഒരു സ്പൂണും കൂടി മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം പാൻ ചൂടാകാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഡീപ്പ് ഫ്രൈ അല്ല, ഒരു 90% ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ എല്ലാം വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള സവോള വഴറ്റി കൊടുക്കുക. സവോള നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്യണം. സവോള വഴണ്ടി വരുന്നതിൻ്റെ ഒപ്പം തന്നെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ഞാനൊരു 4 സ്പൂണിൻ്റെ അടുത്ത് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം വെളുത്ത എള്ളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ചിക്കൻ മസാല, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതെല്ലാം കൂടി ഗ്രേവിയും ചിക്കനും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ചിക്കൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. താങ്ക്